അമേരിക്കൻ നാവികസേനയുടെ അഭിമാന താരമായ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിലെ സൈനികരുടെ ദയനീയാവസ്ഥയെ ചൊല്ലി ഭരണകൂടത്തിനുള്ളിൽ വൻ രാഷ്ട്രീയ സൈനിക പോര് മുറുകുകയാണ്. ഇലനോയ് ഗവർണർ JB പ്രിറ്റ്സ്കർ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന് നൽകിയ കടുത്ത മുന്നറിയിപ്പും ചോദ്യങ്ങളുമാണ് നിലവിൽ വാഷിംഗ്ടണിലെ പ്രധാന ചർച്ചാ വിഷയം. കപ്പലിലെ ജീവനക്കാരുടെയും സൈനികരുടെയും സുരക്ഷയും മാനസികാരോഗ്യവും അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഗവർണർ പെന്റഗണിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ 9 മാസത്തിലേറെയായി കര തൊടാതെ കടലിൽ തുടരുന്ന പടക്കപ്പലിൽ അരങ്ങേറുന്ന ദയനീയ സംഭവങ്ങൾ ആഗോള മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറി. ആവശ്യത്തിന് ഭക്ഷണവും ശുദ്ധജലവുമില്ലാതെ തകരാറിലായ പ്ലംബിംഗ് സംവിധാനങ്ങൾക്കിടയിൽ സൈനികർ നരകിക്കുകയാണെന്ന് അവരുടെ കുടുംബങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് പേർഷ്യൻ ഉൾക്കടലിലേക്ക് നിയോഗിക്കപ്പെട്ട എബ്രഹാം ലിങ്കണിന്റെ മിഷൻ കാലാവധി തുടർച്ചയായി നീട്ടി നൽകിയത്. സാധാരണയായി 7 മാസത്തേക്ക് മാത്രമായി ആസൂത്രണം ചെയ്യുന്ന ഡിപ്ലോയ്മെന്റുകൾ അനിശ്ചിതമായി നീണ്ടുപോയത് കപ്പലിലെ ഭൗതിക സാഹചര്യങ്ങളെയും സൈനികരുടെ മനോവീര്യത്തെയും സാരമായി ബാധിച്ചു. ഗവർണർ പ്രിറ്റ്സ്കർ തന്റെ ഔദ്യോഗിക കത്തിലൂടെ 3 പ്രധാന ചോദ്യങ്ങളാണ് പ്രതിരോധ സെക്രട്ടറിയോട് ഉന്നയിച്ചത്. ഈ വിമാനവാഹിനി കപ്പലിൽ ഇലനോയ് സംസ്ഥാനത്ത് നിന്നുള്ള എത്ര സൈനികർ സേവനം അനുഷ്ഠിക്കുന്നുണ്ടെന്ന കണക്ക് ഭരണകൂടം നൽകണമെന്നതാണ് ആദ്യ ആവശ്യം. കപ്പലിലെ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ നാവികരിൽ നിന്ന് NDA ഒപ്പുവെപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ പ്രതിസന്ധിയുടെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. സൈനികരുടെ അവകാശ ലംഘനങ്ങൾ മറച്ചുവെക്കാൻ പെന്റഗൺ ശ്രമിക്കുകയാണെന്ന് ഡെമോക്രാറ്റിക് ജനപ്രതിനിധികളും സെനറ്റർമാരും ആരോപിക്കുന്നുണ്ട്. അതേസമയം ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും ട്രംപ് ഭരണകൂടവും സ്വീകരിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളിൽ വരുന്നത് അമേരിക്കൻ സേനയുടെ മനോവീര്യം തകർക്കാനുള്ള വ്യാജ വാർത്തകളാണ് എന്നത് ഹെഗ്സത്ത് കുറ്റപ്പെടുത്തി. എന്നാൽ കപ്പലിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നതോടെ പെന്റഗണിന്റെ ന്യായീകരണങ്ങൾ പൊളിയുകയാണ് ചെയ്തത്. വൃത്തിഹീനമായ ശൗചാലയങ്ങളും പഴകിയ ഭക്ഷണ സാധനങ്ങളും കാണിക്കുന്ന വീഡിയോകൾ സമാന്തരമായി പ്രചരിപ്പിച്ചതോടെ അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ അമർഷം രൂപപ്പെട്ടു. USS എബ്രഹാം ലിങ്കണിലെ നിലവിലെ സാഹചര്യം അമേരിക്കൻ നാവികസേന നേരിടുന്ന അടിസ്ഥാനപരമായ വിഭവക്ഷാമത്തിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം സൈനിക വിന്യാസം നടത്തേണ്ടി വരുമ്പോൾ കപ്പലുകളും ജീവനക്കാരെയും മാറി മാറി ഉപയോഗിക്കാൻ നാവികസേന ബുദ്ധിമുട്ടുകയാണ്. കപ്പലിൽ ആവശ്യ സാധനങ്ങൾ എത്തിക്കാൻ ഉപയോഗിക്കുന്ന സപ്ലൈ ഷിപ്പുകൾ എത്തുമ്പോഴേക്കും പച്ചക്കറികളും മറ്റ് ഭക്ഷണ സാധനങ്ങളും ചീഞ്ഞു പോകുന്ന അവസ്ഥയാണെന്ന് നാവികരുടെ സന്ദേശങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കപ്പലിലെ ഡ്രൈവിംഗ് ആവിയന്ത്രങ്ങളും വാട്ടർ ഡിസാലിയേഷൻ പ്ലാന്റുകളും പണിമുടക്കുന്നത് അടിസ്ഥാനപരമായ ശുചിത്വ പാലനത്തിന് പോലും തടസ്സമാകുന്നുണ്ട്. ഇത് സൈനികർക്കിടയിൽ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. മാനസിക പിരിമുറുക്കം താങ്ങാനാകാതെ കപ്പലിലെ സൈനികർക്കിടയിൽ ആത്മഹത്യാ പ്രവണതകൾ വർദ്ധിക്കുന്നത് സൈനിക നേതൃത്വത്തിന് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഉയർന്ന ജാഗ്രതാ നിർദ്ദേശത്തിൽ ദിവസങ്ങളോളം യുദ്ധസജ്ജരായി ഇരിക്കേണ്ടി വരുന്നവർ ഏത് നിമിഷവും അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂട്ടുന്നുണ്ട്. റിപ്പബ്ലിക്കൻ ഭരണകൂടവും ഡെമോക്രാറ്റിക് ഗവർണർമാരും തമ്മിലുള്ള രാഷ്ട്രീയ പോരായി ഇത് മാറിയെങ്കിലും പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന കാര്യത്തിൽ പ്രതിരോധ വൃത്തങ്ങൾക്ക് എതിരഭിപ്രായമില്ല. സെനറ്റ് ആം സർവീസസ് കമ്മിറ്റി വിഷയത്തിൽ നേരിട്ടിടപെടുകയും അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഹൂതികളുടെ ഭാഗത്തു നിന്നും തുടർച്ചയായ ആക്രമണ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ കപ്പലിനെ ഉടനടി പിൻവലിക്കുക പെന്റഗണിന് എളുപ്പമല്ല. എന്നാൽ കപ്പലിലെ ജീവനക്കാരെ അടിയന്തരമായി മാറ്റി വിന്യസിക്കുകയോ അടുത്തുള്ള സുരക്ഷിത തുറമുഖത്ത് കപ്പൽ അടുപ്പിച്ച് വിശ്രമം അനുവദിക്കുകയോ ചെയ്യാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന അവസ്ഥയാണ്. അമേരിക്കൻ യുദ്ധചരിത്രത്തിൽ ഒരു വിമാനവാഹിനി കപ്പലും ഇതിനു മുമ്പ് നേരിടാത്ത തരത്തിലുള്ള ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് USS എബ്രഹാം ലിങ്കൺ കടന്നു പോകുന്നത്. എബ്രഹാം ലിങ്കൺ നേരിടുന്ന ഈ വലിയ ആഭ്യന്തര പ്രതിസന്ധി കേവലം ഒരു പടക്കപ്പലിന്റെ പ്രശ്നം മാത്രമല്ല, മറിച്ച് അമേരിക്കൻ സൈനിക മാനേജ്മെന്റിലെ വൻ പരാജയമാണ് വ്യക്തമാക്കുന്നത്. പെന്റഗൺ മാധ്യമങ്ങളെയും ഗവർണർമാരെയും പാരമ്പര്യമായി തടയാൻ ശ്രമിക്കുമ്പോഴും കപ്പലിനുള്ളിൽ നിന്നും ഉയരുന്ന പ്രതിഷേധ ശബ്ദങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തിന് കനത്ത രാഷ്ട്രീയ ആഘാതമായി മാറുമെന്നതിൽ സംശയമില്ല.